മറ്റൊരു കാര്യം പറഞ്ഞു തുടങ്ങാം. വീടുകളിൽ കയറിയിറങ്ങി ചെരുപ്പുകൾ വിൽക്കുകയായിരുന്നു അയാളുടെ ജോലി. അടച്ചിട്ടിരിക്കുന്ന വീടിന് മുമ്പിലെത്തിയപ്പോൾ ഒരു കുട്ടി മുറ്റത്ത് നിൽക്കുന്നത് കണ്ടു. അയാൾ ചോദിച്ചു, അമ്മ വീട്ടിലുണ്ടോ? ഉണ്ടെന്ന് മറുപടി കിട്ടിയപ്പോൾ അയാൾ വാഹനത്തിൽ നിന്ന് കുറച്ച് ചെരുപ്പുകളും എടുത്ത് വാതിൽ മുട്ടി. പലതവണ മുട്ടിയിട്ടും ആരും പുറത്തു വന്നില്ല. അയാൾ കുട്ടിയോട് ചോദിച്ചു, അമ്മ വീട്ടിലില്ലല്ലോ? ഇല്ലേ? ഉണ്ട്, അവൻ ഉറപ്പിച്ചു പറഞ്ഞു. പിന്നെന്താണ് പുറത്തു വരാത്തത് എന്ന് ദേഷ്യത്തോടെ ചോദിച്ച അയാളോട് അവൻ പറഞ്ഞു, എൻ്റെ അമ്മ എൻ്റെ വീട്ടിലാണ്, ഇതെൻ്റെ വീടല്ല. ഒന്ന് ആലോചിച്ച് നോക്കി, രസകരമായൊരു കാര്യമാണ്. അപ്പം അതിലൊന്ന് ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ ആ ഒരു വീട്ടിലേക്ക് വരുന്നു, ആരെങ്കിലും നമ്മൾ പുറത്തുനിന്ന് വന്ന് നമ്മളോട് ചോദിക്കുക, വീട്ടിലെന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യമല്ലേ പറയുള്ളൂ. അപ്പം ചിലർ പറയും, ഇതെൻ്റെ വീടല്ല എന്ന് പറയും. എനിക്കങ്ങനെയൊക്കെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും വന്നിട്ട് അമ്മയെ വിളിക്കുമോ എന്നൊക്കെ ചോദിക്കുക. അപ്പം ഞാൻ പറയും, ഇത് എൻ്റെ വീടല്ല കേട്ടോ എന്ന് പറയും. അപ്പം പലർക്കും വരുന്നവർക്കറിയില്ലല്ലോ ഇത് നമ്മുടെ വീടാണോ അതോ വേറെ ആരുടെയെങ്കിലും വീടാണോ എന്നറിയില്ല. അപ്പം ഇവിടെ കുട്ടിയോട് ചോദിക്കുകയാണ്, അമ്മ എന്തെങ്കിലും ചോദിച്ചു. കുട്ടി കറക്റ്റായിട്ട് മറുപടി പറഞ്ഞു, അമ്മ വീട്ടിലുണ്ട്. പക്ഷേ വാതിലും കുട്ടിയോട് തുറക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ സംസാരിച്ചപ്പം കുട്ടിയൊന്ന്, എൻ്റെ അമ്മ എൻ്റെ വീട്ടിലാണുള്ളത്, ഇവിടെ മുട്ടിയാൽ എൻ്റെ അമ്മ വന്ന് തുറക്കുമോ? എൻ്റെ അമ്മ എൻ്റെ വീട്ടിലാണുള്ളത്, ഇത് എൻ്റെ വീടല്ല. കറക്റ്റല്ലേ? കാണുമ്പോൾ മുഴുവൻ കാണണം, കേൾക്കുമ്പോൾ മുഴുവൻ കേൾക്കണം. കാണുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെയും പാതി മാത്രം മനസ്സിലാക്കുകയും മനസ്സിലാക്കിയതിൻ്റെ പാതി അർദ്ധസത്യങ്ങളും അസത്യങ്ങളും ആകുകയും ചെയ്യുമ്പോൾ യാഥാർത്ഥ്യങ്ങളും ധാരണകളും തമ്മിലുള്ള അകലം വർദ്ധിക്കും. കണ്ണുകൊണ്ട് കണ്ടതാണ്, കാതുകൊണ്ട് കേട്ടതാണ് എന്ന് അവകാശപ്പെട്ട് സത്യം തിരഞ്ഞെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില സത്യങ്ങളുമുണ്ട്. വലിയൊരു ജീവിത പാഠമാണ്. നമ്മൾ പലപ്പോഴും കാണേണ്ടത് കാണില്ല, കേൾക്കേണ്ടത് കേൾക്കില്ല. കാണുമ്പോൾ മുഴുവനായി കാണില്ല, കേൾക്കേണ്ടത് മുഴുവനായും കേൾക്കില്ല. പിന്നെ ചിലത് കേട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും. അത് ആരോട് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, എന്നെക്കുറിച്ചാണോ പറഞ്ഞത്, ഇതൊന്നും നമ്മൾ വിശദമായി അന്വേഷിക്കുക പോലും ചെയ്യില്ല അല്ലേ. ഞാൻ പറയാറുണ്ട്, കണ്ണുകൊണ്ട് കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതും വിശ്വസിക്കണം എന്ന്. പിന്നെ നമ്മളിത് എവിടെ കേൾക്കുന്നു, എപ്പോൾ കേൾക്കുന്നു, ഇതൊക്കെ ഉള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. കേൾക്കുമ്പോൾ മുഴുവനായിട്ടും, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ആരെങ്കിലും കുറ്റം പറയുന്നു, അല്ലെങ്കിൽ കുറ്റം പറയുന്നത് കേട്ടുകൊണ്ട് നമ്മൾ ചെല്ലുന്നു. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളെക്കുറിച്ച് തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ ആ കേട്ടുകൊണ്ട് നമ്മൾ ആരോടും വഴക്കിടാൻ പോകില്ല. നമുക്ക് മനസ്സിലാകണം, അല്ലെങ്കിൽ നമ്മളുടെ പേര് അല്ലെങ്കിൽ എന്തെങ്കിലും സൂചിപ്പിക്കുന്നു, നമുക്കത് പൂർണ്ണമായിട്ടും മനസ്സിലാകണം നമ്മളെക്കുറിച്ചാണ് പറയുന്നത് എന്ന്. എന്നിട്ടേ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാവുള്ളൂ. കാണുന്നവയുടെ പിന്നാമ്പുറങ്ങളിൽ കാണപ്പെടാത്ത ഒളിഞ്ഞിരിപ്പുണ്ടാവും. എല്ലാവരും അവർക്കിഷ്ടമുള്ളത് മാത്രമേ പ്രദർശിപ്പിക്കാറുള്ളൂ. നോക്കുന്നവരുടെ കാഴ്ചശക്തിക്കനുസരിച്ചും വ്യക്തതയിൽ മാറ്റം വരും. പങ്കുവയ്ക്കപ്പെടുന്ന ഒരു വാക്കും അതേ അർത്ഥത്തിലും ആഴത്തിലും മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടില്ല. കറക്റ്റാണത്. എന്താണ്, ഞാനിപ്പോൾ ഒരു കാര്യം പറയുന്നു, എൻ്റെ ഉള്ളിലൊരു അർത്ഥം അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കേൾക്കുന്ന ആൾക്ക് എത്രമാത്രം മനസ്സിലാകും എന്നുള്ള കാര്യം നമുക്ക് പലപ്പോഴും അറിയില്ല. ഇപ്പം കുട്ടികളെ തന്നെ എടുക്കാം. നമ്മളൊരു ക്ലാസ്സിലേക്ക് കയറി ചെല്ലുന്നു, പല മനസ്സോടു കൂടിയിരിക്കുന്ന കുട്ടികളാണ്. നമ്മളൊരു വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നു. കുറച്ച് പേർക്ക് ഫുള്ള് മനസ്സിലാവും, കുറച്ച് പേർക്ക് പകുതി, ചിലർക്ക് ഒട്ടും മനസ്സിലാവില്ല. അതാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്. അതാണ് ഇവിടെയും പറയുന്നത്. കേൾക്കുന്നതും കാണുന്നതുമെല്ലാം അതേപടി വിശ്വസിക്കുന്നത് കൊണ്ടാണ് ആളുകൾ തമ്മിൽ വിടവുകളുണ്ടാകുന്നതും ആത്മബന്ധങ്ങൾ പോലും അതിവേഗം മുറിയുന്നതും. കണ്ട കാഴ്ചയ്ക്ക് മുൻപും പിൻപും മറ്റെന്തെങ്കിലും ഉണ്ടോ? കേട്ട കാര്യങ്ങളിൽ പകയുടെ എരിവും ചതിയുടെ പുളിപ്പും ഉണ്ടാകുമോ? യാദൃച്ഛികം എന്ന് തോന്നുന്നവയിൽ ഒരുക്കങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടാകുമോ? തുടങ്ങിയ സാമാന്യ യുക്തിക്ക് ഉതകുന്ന ചോദ്യങ്ങൾ സുതാര്യ വീക്ഷണങ്ങൾ സമ്മാനിക്കും.
ഇതാണ് കേൾക്കുന്നതും കാണുന്നതും അതേപടി വിശ്വസിക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിൽ പകയാണോ വിദ്വേഷമാണോ ഒളിഞ്ഞിരിക്കുന്നത്, ഈ വക കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ എടുത്തു ചാടുമ്പോഴാണ് പലപ്പോഴും നമ്മൾ അപകടങ്ങളിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ജീവിതത്തിലെ വലിയ വലിയ ബന്ധങ്ങൾ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ വരെ തകർന്നു പോകുന്നത്. ശരിയല്ലേ? ഇതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കേൾക്കുക, മനസ്സിലാക്കുക. ഇതൊക്കെ നമുക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും നമ്മുടെ ജീവിതത്തിൽ. ഒന്നുകിൽ നമുക്ക് പ്രയോജനം ചെയ്തില്ലെങ്കിലും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർക്കെങ്കിലും ഒരു പ്രയോജനമായി മാറാതിരിക്കില്ല. ശരിയല്ലേ?